ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു JM ജേണി. നമുക്ക് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പറയാനുള്ളത് തുടരും എന്ന് പറയുന്ന ലാലേട്ടന്റെ 25-ാം തീയതി റിലീസാകുന്ന ചിത്രത്തിനെ കുറിച്ചാണ്. അതായത് ഇന്ന് 22 23, 24 ജസ്റ്റ് 2 ദിവസം. അടുത്ത ദിവസം 10 മണിക്ക് ഇതിന്റെ ആദ്യ ഷോ FDFS തുടങ്ങും എന്നാണ് കേൾക്കുന്നത്. മാത്രമല്ല ഒഫീഷ്യലി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് കുറേ ആളുകൾ ചോദിച്ചിരുന്ന 2 സിനിമയുടെ അപ്ഡേറ്റ് ഇതിൽ ജസ്റ്റ് ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് പറഞ്ഞിട്ട് പോവാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ദിലീപ് ഏട്ടനും നാദിർഷയ്ക്കും ഒന്നുകൂടെ ഒരുമിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അതിന്റെ അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ? 2-3 ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട്. ഒരു വലിയ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിലും കേൾക്കുന്ന വാർത്ത ഇതാണ്. വീണ്ടും ദിലീപ് നാദിർഷ ടീം നേരിട്ടുള്ള OTT റിലീസിലെത്തിയ കേശു ഈ വീടിന്റെ നാഥൻ എന്ന ചിത്രത്തിന് ശേഷം ജനപ്രിയ നായകൻ ദിലീപ് വീണ്ടും സംവിധായകൻ നാദിർഷയ്ക്കൊപ്പം ഒരുമിക്കുന്നു എന്ന് സൂചന. ഭീഷ്മപർവം എന്ന ചിത്രത്തിന്റെ രചയിതാക്കളിൽ ഒരാളായ ദേവദത്ത് ഷാജിയാണ് ഈ ചിത്രം രചിക്കുക, എഴുതുന്നത് എന്നും സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പറയുന്നുണ്ട്. ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. പ്രിൻസ് ആൻഡ് ഫാമിലി, ബബ്ബ എന്നിവയാണ് ഈ വർഷം ദിലീപ് നായകനായി ഇനി എത്താനുള്ള ചിത്രങ്ങൾ എന്ന രീതിയിലൊരു വാർത്ത വന്നിട്ടുണ്ട്. ഇത് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റും. ഒഫീഷ്യലി മറ്റൊരു അപ്ഡേറ്റും വന്നിട്ടില്ല. എന്നാൽ ഈ സിനിമ കുറേ മുമ്പ് തന്നെ പറഞ്ഞു കേൾക്കുന്ന സിനിമയാണ്. അത് സംഭവിക്കുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നവരെ കാത്തിരുന്നേ മതിയാവും. അടുത്തത് സലാർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം NTRും പ്രശാന്ത് നീലും കൂടി ഒരുമിക്കുന്ന ചിത്രം. KGFനും സലാറിന് ശേഷം പ്രശാന്ത് നീൽ NTRനൊപ്പം NTR നീൽ എന്ന് താൽക്കാലികമായി പേരിട്ടുള്ള സിനിമയുടെ ഷൂട്ടിംഗ് ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ്. നായിക ആരാണ്, മറ്റു നായകന്മാരോ അല്ലെങ്കിൽ ഇതിലുള്ള മറ്റു ആളുകൾ ആരാ എന്നൊന്നും വന്നിട്ടില്ല. പക്ഷെ വന്നിട്ടുള്ളത് തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ, മലയാളം മറ്റു ഭാഷകളിൽ റിലീസ് ചെയ്യും എന്ന രീതിയിലാണ്. മറ്റ് ചില ഭാഷകളിലൂടെ റിലീസ് ചെയ്യാൻ സാധ്യത. ഈ 5 ഭാഷകൾക്ക് പുറമെ എന്ന രീതിയിലും പറഞ്ഞു കേൾക്കേണ്ടത്. ഏതാണ്, ഏത് ഭാഷയാണ്, എങ്ങനെയൊന്നും പുറത്തു വിട്ടിട്ടില്ല. പിന്നെ ശ്രുതി ഹാസൻ ഒരു പ്രധാന കഥാപാത്രമായിട്ട് ഉണ്ടാവും എന്ന രീതിയിൽ കേൾക്കുന്നുണ്ട്. അതുപോലെ മലയാളത്തിൽ നിന്നൊരു നായകൻ ഉണ്ടാവും എന്നും കേൾക്കുന്നുണ്ട്. പക്ഷെ ആരാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും അപ്ഡേറ്റ് വന്നിട്ടില്ല. ജസ്റ്റ് റൂമറായിട്ട് മാത്രമാണ് നിൽക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട നടൻ ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. ഇനി പൃഥ്വിരാജ് തന്നെയാണോ അല്ലെങ്കിൽ അത്തരത്തിൽ വേറെ ആരെങ്കിലും ആണോ എന്ന് അറിയില്ല. കുറെ ആളുകൾ ഫഹദ് ഫാസിലൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി നമ്മൾ നേരെ വരുന്നത് തുടരും സിനിമയിലേക്കാണ്. ആദ്യം ഒരു പോസ്റ്റർ വന്നിരുന്നു. അതായത് നമ്മുടെ ബുക്കിംഗ്, തുടരും കേരള അഡ്വാൻസ് ബുക്കിംഗ്, ഓൾ സ്ക്രീൻസ് ഓപ്പണിംഗ് ബുക്കിംഗ് ഫ്രം വെനസ്ഡേ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ വന്നിരുന്നു. ആ പോസ്റ്റർ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ലാലേട്ടൻ അപ്പുറത്ത് പുള്ളിക്കാരന്റെ പ്രാണിന് തുല്യം സ്നേഹിക്കുന്ന അംബാസഡർ കാറിന്റെ പകുതി കാണാം. ലാലേട്ടൻ അവിടെ ഇരിക്കുന്നു, ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭയങ്കര രസമായിട്ടുള്ള ഭയങ്കര ഭയങ്കര ഒരു ഈ കഥാപാത്രം എനിക്കറിയില്ല. ഈ കഥാപാത്രം ലാലേട്ടൻ തൂക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര രസമായിട്ട് പുള്ളിക്കാരൻ ചെയ്യും എന്നുള്ളൊരു ഭയങ്കര വിശ്വാസമുണ്ട്. എന്തായാലും ലുക്കിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ചില ക്യാരക്ടർ കാണുമ്പോൾ ഇത് അദ്ദേഹത്തിനൊട്ടും മാച്ചില്ലാത്ത പോലെ തോന്നും. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഇത് ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്തൊരു കഥാപാത്രമാണ് തോന്നുന്ന രീതിയിൽ ജസ്റ്റ് ആ വേഷം കണ്ടിട്ട് തന്നെ നമുക്ക് തോന്നുന്നു എന്നാണ്. അത്രയും ഇണങ്ങുന്നു എന്നുള്ളതാണ്. പുള്ളിക്കാരൻ അത്രയും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഗെറ്റപ്പ് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ആണെങ്കിലും ഭയങ്കര ഹാപ്പി, ഭയങ്കര കൂൾ ആയിട്ടിരിക്കുന്നു, വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അത് നമുക്കെന്തോ ആ ക്യാരക്ടറുടെ സന്തോഷം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പൊതുവെ ലാലേട്ടന്റെ ഇത്തരം നാച്ചുറൽ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതല്ലാതെ വന്നിട്ടുള്ള മറ്റൊരു പോസ്റ്റർ എന്ന് പറയുന്നത് അതെ ഇതാണ്. അതായത് ബുക്കിംഗ് ഓപ്പൺ ടുമോറോ 10 AM എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു പോസ്റ്റർ. അതായത് കുട്ടിച്ചനോട് പറയുന്നുണ്ടല്ലോ മഴ നനയരല്ലോ, എന്നെ മഴയത്ത് നിർത്തിയേക്കല്ലേ എന്ന്. അങ്ങനെ മഴയിൽ നനഞ്ഞു നിൽക്കുന്ന ഒരു സാധനമാണ്. ബാക്കിൽ അംബാസഡർ കാറുണ്ട്, ലൈറ്റ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ആ വെളിച്ചത്തിൽ പുള്ളിക്കാരൻ ഇങ്ങനെ മഴയത്ത് താഴേക്ക് നോക്കി നിൽക്കുകയാണ്. ഇതെങ്ങനെ നിൽക്കുന്ന സാധനമായിരിക്കും? എന്തോ ഒരു അപകടം പറ്റിയതിന് ശേഷം നിൽക്കുന്നതാണോ? അപകടം പറ്റിയതിനു ശേഷം ഞെട്ടി നിൽക്കുന്നതല്ല. അങ്ങനെ നിൽക്കുന്നതാണെങ്കിൽ തന്നെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടാവും ഇത് സംഭവിച്ചു, ഇനി എന്താണ് അടുത്തത് എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു സാധനം. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഫൈറ്റ്, നിവർത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ ഇത് ഫേസ് ചെയ്യില്ലാതെ നിവർത്തിയില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ വില്ലന്മാരെ ഫേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാധനം. അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം മറ്റുള്ളവരാൽ തെളിയിക്കപ്പെട്ട് ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടാവുമല്ലോ. ഓക്കെ, എന്തായാലും എല്ലാവർക്കും മനസ്സിലായി, പെട്ടു എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു നിസ്സഹായനായിട്ടുള്ള ഒരു സംഭവം. ഇതെല്ലാം എനിക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നണമെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ അതല്ലാതെ നമുക്ക് പറയാനുള്ള മറ്റൊരു പോസ്റ്റർ ഇന്ന് കുറച്ചു മുമ്പ് വന്നിട്ടുള്ളതാണ്. തുടരും ഫസ്റ്റ് ഷോ കിക്സ് ഓഫ് അറ്റ് 10 AM ഓൺ April 25.
ആൻഡ് ഇറ്റ് ഓൺലി ഗെറ്റ്സ് ബെറ്റർ ഫ്രം ഹിയർ എന്നും എഴുതില്ല. ആൻഡ് ഇറ്റ് ഓൺലി ഗെറ്റ്സ് ബെറ്റർ ഫ്രം ഹിയർ. കണ്ടറിയാം. പിന്നെ വണ്ടി കഴുകുകയാണ്. ഭയങ്കര സൂപ്പർ ഒരു പോസ്റ്റർ, ഭയങ്കര HD ക്വാളിറ്റി ഉള്ള, ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു പോസ്റ്റർ. യെല്ലോ ഡ്രസ്സിൽ കാസ്ട്രോളിന്റെ ഇതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇവരെന്തോ എനിക്ക് തോന്നുന്നു വണ്ടി അങ്ങനെ ഗ്യാരേജ് എന്തോ ഉണ്ട് തോന്നുന്നു ഇയാൾക്ക്. എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ട് ഇതിന്. ഇത് വെറുതെ ഒന്നുമല്ല. ഇപ്പൊ ഈ വണ്ടി നനയ്ക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്തുള്ളതെന്ന് പറയുമ്പോൾ വണ്ടി നനയുന്നതിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സാധനമല്ല. വണ്ടി കഴുകുമ്പോഴും വേറെ എന്തോ ആണ് ചിന്തിക്കുന്നത്. എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ വേറെ രീതിയിൽ വായിക്കരുത്. ഇത് കംപ്ലീറ്റ് ഒരു ഫാമിലി ഡ്രാമയാണ് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഡയറക്ടർ. അത് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല. സോ അതിനപ്പുറത്തേക്ക് ഇതിൽ എന്തെങ്കിലും ത്രില്ലിംഗ് ആയിട്ടുള്ള മറ്റ് എലമെന്റുകൾ ഉണ്ടോ? ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെന്റുകൾ തീർച്ചയായിട്ടും എല്ലാ കഥയിലും ഉണ്ട്. ഒരു കോമഡി എന്റർടൈനർ ആണെങ്കിൽ പോലും അതിൽ പല എലമെന്റുകളും ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ഒരു സസ്പെൻസോ ഒരു ത്രില്ലർ സ്വഭാവം ഈ സിനിമയ്ക്കുണ്ടോ ഒന്നും അറിയില്ല. നമുക്ക് പല പോസ്റ്ററും കാണുമ്പോഴും ചില ഡയലോഗ്സ് കാണുമ്പോഴും ട്രെയിലർ കണ്ടപ്പോഴൊക്കെ പല ഭാഗം കാണുമ്പോൾ അങ്ങനെ എന്തോ ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു ഫാമിലി ഡ്രാമ, ഫാമിലി ഒരു ഹാപ്പി ആയിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ലൈഫ്, അദ്ദേഹത്തിന്റെ കാറ്, അദ്ദേഹം അതായിട്ട് എൻജോയ് ചെയ്യുന്നു. അതിൽ ആ കാറിൽ പോയി കയറ്റി കൊണ്ടുവന്ന കുറെ ആളുകൾ, ആ കാറിന്റെ കുറെ ഓർമ്മകൾ, അതിലൊക്കെ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാത്ത എന്തോ ഒന്ന് വരുന്നു. അവിടുന്ന് അങ്ങോട്ട് ഈ ഒരു ജോണർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ തരുൺ മൂർത്തി തന്നെ പറഞ്ഞിട്ടുള്ളത് ജോണർ ആളുകൾ ഷിഫ്റ്റ് ചെയ്ത് കാണുമ്പോൾ എനിക്ക് പേടിയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലേക്ക് വെറുതെ കടക്കണ്ട. ജസ്റ്റ് 2 ദിവസം കൂടെ ഉള്ളൂ, നമുക്ക് നേരിട്ട് കണ്ടറിയാലോ. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി പറയാനുള്ളത്, ശോഭനയുടെ കഥാപാത്രത്തിന് പകരം ആദ്യം ഇതിലെ നായികയായിട്ട് തീരുമാനിച്ചിരുന്നത് ജ്യോതികയായിരുന്നു. ഇത് തരുൺ മൂർത്തി തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പുള്ളി പറഞ്ഞിരുന്നു. പല തരത്തിൽ പല ഡിസ്കഷൻസ് നടത്തി, പല ആളുകളായിട്ട് സംസാരിച്ച്, പല ആളുകളും ശോഭന വേണോ എന്ന് ചോദിച്ചിരുന്നു, അവർ ആവശ്യമുണ്ടോ ചോദിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം ഒരുപാട് ഡിസ്കസ് ചെയ്ത് ഒരുപാട് ആലോചിച്ചിട്ടാണ് അവസാനം ശോഭന എന്നൊരു പേരിലേക്ക് എത്തിയത് എന്ന് തരുൺ മൂർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് കുറെ നായികമാരെ നോക്കിയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ജ്യോതികയെ ആണ് ഇതിൽ നായികയായിട്ട് വിചാരിച്ചിരുന്നത്, ഫിക്സ് ചെയ്തിരുന്നത്. എന്നാൽ ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്ന സമയത്ത് ജ്യോതിക മാഡവും സൂര്യ സാറും ചേർന്ന് ഒരു വേൾഡ് ടൂർ പ്ലാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് ആ ടൈമിൽ അവർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന രീതിയിലാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു തരത്തിലും അവർക്ക് ഡേറ്റ് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ലാലേട്ടന്റെ ഡേറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടി ഡേറ്റ് നീട്ടി വെക്കാനും വയ്യ. അങ്ങനത്തെ സാഹചര്യത്തിൽ പിന്നെ ശോഭനയിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആൻഡ് ശോഭന മാം ഓഫ് കോഴ്സ് അവർ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാലും നല്ല ഒരു പിടി സിനിമകളല്ല, ഒത്തിരി സിനിമകൾ, ഒരു പക്ഷെ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഗംഭീരമാക്കിയിട്ടുള്ള നായികയാണ്. പക്ഷേ ഞാൻ ഈ സിനിമയുടെ തുടക്കത്തിൽ ഇതിന്റെ ട്രെയിലറോ ടീസറോ ഏതോ എനിക്ക് ഓർമ്മയില്ല വന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു അനുഭവം ഞാൻ പറഞ്ഞിരുന്നത്. കുറെ ആളുകൾ അത് എഗ്രി ചെയ്തു, കുറെ ആളുകൾ അതിന് ഓപ്പോസിറ്റ് ചെയ്ത് സംസാരിച്ചു. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ലാലേട്ടന് മാച്ച് അല്ലാത്ത പോലത്തെ ഒരു ഫീൽ. കാരണം ലാലേട്ടനെ കാണുമ്പോൾ ലാലേട്ടൻ ഭയങ്കര ഈസി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്ക് ആ ഈസിനെസ് മനസ്സിലാവും. ആ ശരീരത്തിന്റെ ഒരു ഫ്ലോ അത് പണ്ടേ ലാലേട്ടൻ അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ഏജോ മറ്റ് ബാരിയേഴ്സോ ഒന്നും അദ്ദേഹത്തിന് ഇല്ലാതെ ആ കഥാപാത്രം ആയി കഴിഞ്ഞാൽ പുള്ളി ആ കഥാപാത്രത്തിലെ ഒരു ഫ്ലോ നമുക്ക് ഭയങ്കരമായിട്ട്, അതായത് ബോഡി തന്നെ ഫിസിക്കലി പുള്ളി അതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് നമ്മൾ കണ്ടറിഞ്ഞിട്ടുണ്ട്. ആൻഡ് ട്രെയിലറിലും ടീസറിലും ഇത് വ്യക്തമാണ് താനും. പക്ഷെ ഇതിലൊരു സീനുണ്ട്, നമ്മുടെ ശോഭന മാമനെ ആ സാരിയോ കയ്യിൽ തുണി ഒന്നു പിടിച്ച് ഇങ്ങനെ ജസ്റ്റ് വലിക്കുമ്പോൾ ഇങ്ങനെ അടുത്തേക്ക് വരുന്ന ഒരു സാധനമുണ്ട്. അത് അവരുടെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനിൽ നടക്കുന്ന സംഭവമായിരിക്കും. പക്ഷെ അവിടെ പോലും അവർക്ക് ഒരു ഫ്ലോ ഇല്ലാത്ത പോലത്തെ ഒരു ഫീൽ. അത് എനിക്ക് പേഴ്സണൽ തോന്നിയായിരിക്കും. ഞാൻ ഒരിക്കലും കുറ്റമായിട്ട് പറയില്ല. എനിക്ക് തോന്നിയത് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ തോന്നി. ലാലേട്ടനൊട്ടും ഇപ്പോ എന്തുകൊണ്ടോ അഭിനയം കൊണ്ടൊക്കെ തീർച്ചയായിട്ടും ഉറപ്പായിരിക്കും. പക്ഷെ എന്തോ കാണുമ്പോൾ നമുക്ക് ഒരു ഫീൽ കിട്ടാത്ത പോലെ, ആ ഒരു കെമിസ്ട്രി ഇപ്പൊ എന്തോ വർക്ക് ചെയ്യാത്ത പോലത്തെ ഒരു ഫീൽ എനിക്ക് പേഴ്സണൽ തോന്നി. എന്റെ മാത്രം അഭിപ്രായമാണ്. അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കമന്റിൽ നിങ്ങൾക്ക് പങ്കുവെക്കാന്നാണ്, അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പങ്കുവെക്കാന്നാണ്. പക്ഷെ അതൊരു അഭിപ്രായം മാത്രമായിട്ട് കാണാം. ഏതെങ്കിലും നായികയെ ഇകഴ്ത്താനോ പുകഴ്ത്താനോ ഒന്നും വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ളതല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. എന്തായാലും എനിക്കെന്തോ അവർ ഓക്കെ അല്ലാത്ത പോലെയാണ് ട്രെയിലറും ടീച്ചറും കണ്ടിട്ട് തോന്നിയിട്ടുള്ളത്. ബട്ട് സിനിമ വരുമ്പോൾ അവര് ഭയങ്കരമായിട്ട് ഒരു പക്ഷെ അഭിനയിക്കാനും ഞെട്ടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. കാരണം ജ്യോതികയാണെങ്കിലും നല്ല കഥാപാത്രമാണെങ്കിലാണ് സെലക്ട് ചെയ്യുന്നത്, ശോഭനമാണെങ്കിലും നല്ല കഥാപാത്രമാണെങ്കിലാണ് അതിലേക്ക് വരുന്നത്. പിന്നെ ഇവര് രണ്ടുപേരും ഇപ്പൊ ഇന്റർവ്യൂല് തരുൺ മൂർത്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചപ്പോൾ ശോഭനാമൻ പറഞ്ഞൊരു കമന്റ് ഇങ്ങനെയായിരുന്നു, നമ്മൾ ലാലിന്റെ 2 തോളിലും ഇരിക്കുന്നു, ലാല് നമ്മളെ കൊണ്ടങ്ങ് പോയിക്കൊള്ളുന്നു. അപ്പൊ അതന്നെയാണ് ഇതിന്റെ മെയിൻ ഫാക്ടർ. ലാലേട്ടൻ, ദി മൈറ്റി എൽ. പൊളിക്കും.